ലല്ലു തന്നെ പറയുന്നുണ്ട് ഭയങ്കര സംശയരോഗമാണ്. ഫസ്റ്റിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലാതെ വേറെ ഒരു ബന്ധവും സ്നേഹവും മറ്റാരോടും ഇല്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഇവൾക്ക് സംശയരോഗം തെളിയിക്കണം, തെളിവാണോ? മറ്റേ എടുക്കട്ടെ. മറ്റേത് പുതിയ അക്കൗണ്ടില് 20 ഫോളോവേഴ്സ് 20 ഫോളോവേഴ്സ് ഉണ്ട്. കളി വരാനുള്ള ആൾക്കാരാണ്. മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പ്രണയിച്ച് നിക്കാഹ് കഴിക്കുന്നു. അവിടെ മറ്റ് സ്ത്രീകളുമായിട്ട് ലല്ലുവിന് ബന്ധമുണ്ടെന്ന് ഫസി പറയുന്നു. ഫസിയുടെ ലൈഫിൽ നിന്ന് ലല്ലുവിനെ എടുത്തു മാറ്റുന്നു. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെന്തിനാ പ്രണയിച്ചത്? അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പ്രണയിച്ചിട്ടില്ല, എന്നെ മനഃപൂർവ്വം ലോക്കാക്കിയതാണ്. ഓ, അത് ഭയങ്കരം തന്നെ. എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഞാൻ നിക്കതിനപ്പോ പ്രണയിച്ചു തുടങ്ങിയായിരുന്നു, പക്ഷെ ആ ടൈമിൽ അവൾ എന്നെ വഞ്ചിച്ചു തുടങ്ങായിരുന്നു. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ? ഇപ്പം വെറുതെ ഇരിക്കുന്ന എന്നെ ഒരാള് വന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് താല്പര്യം വേണം, ഓക്കെ. അല്ലാത്ത പക്ഷം അതെങ്ങനെ? ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസില് ഈ ബാങ് മിഠായി കലക്കിയിട്ട്, ജോയിന്റിന്റെ മിഠായിയാണ് അത് കലക്കിയിട്ട് എനിക്ക് തന്നെ. ഏതായാലും ആനി എന്റെ സമയം കൊള്ളാം. എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഇവളായിട്ട് ഇന്റിമേറ്റ് ആണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? പക്ഷെ ഇതിനെ മോനെ നിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഫസി ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവിടെ തെളിവുകളുണ്ട്. ലല്ലു ഇതുവരെ തുറന്നു പറയുന്നില്ല. അല്ല, ലല്ലുവിന്റെ സംസാരത്തിൽ കള്ളത്തരമുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അവളെ മാതിരി എനിക്ക് അഭിനയിച്ചിട്ടും എല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്ത് അഭിനയിച്ചിട്ടും എനിക്ക് ശീലമില്ല. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. കളിക്കാൻ നിൽക്കില്ല, തമാശ പറയല്ല. നീ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഞാൻ നിന്നെ തീർക്കും അല്ലേ? ഒരു ആവശ്യത്തെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനി അതിനെ പിടിച്ച് കയറിക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ പേര് നീ പട്ടിക്കിട്ടാൻ ചെയ്യും. അല്ല, എന്റെ പേര് പട്ടി കിട്ടോ? അതെ, അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും കലിപ്പുള്ള അല്ലെങ്കിൽ ഇത്രയും ശത്രുതയുള്ള ലല്ലു പിന്നെയും ഫസി വിളിക്കുമ്പോൾ പോകുന്ന എന്തിനാ? തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇവള് അനങ്ങിയ വിളിക്കണത് കേസ് പിൻവലിക്കാം, നീ വായോ, കേസ് പിൻവലിക്കാം, വായോ. അപ്പൊ പേടിച്ചിട്ടാ പോകുന്നത്? പേടിച്ചിട്ടാ പോണത്. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം. ആൾക്കാർക്ക് എന്റെ ബോഡി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ശൈലി കണ്ടിട്ട് ഇന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല സംസാരിച്ച് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കയ്യിലെടുക്കാനും അറിയാം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. അനുഭവിക്കാവുന്നതിന്റെ പരമാവധി ലെവലാണ് അനുഭവിച്ചിരിക്കുന്നത്. ഇനി അനുഭവിക്കാനൊന്നുമില്ല. ഹിരോഷിനല്ല, ഹിരോഷിമയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം.